നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ചിന് എടുക്കുന്ന ടൈം ആണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ പറ്റിയാണ്. നിങ്ങൾ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹാഫ് ലൈഫ് പീരീഡ്സ്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? The time in which the concentration of a reactant is reduced to half of its initial concentration, or the time for the conversion of 50% of a reactant into product, or the time required for the completion of half of the reaction. ഇതാണ് the half life of a reaction or half life period of a reaction എന്ന് പറഞ്ഞാൽ. നമുക്ക് ഡിഫറെൻറ്റ് ടേംസിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു റിയാക്ഷൻ അതിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ഹാഫ് പോർഷൻ റിയാക്ട് ചെയ്ത് കഴിയുന്ന സമയം, അല്ലെങ്കിൽ ടൈം ഫോർ ദ കൺവേർഷൻ ഓഫ് 50% റിയാക്റ്റൻറ്റ് ഇൻ ടു പ്രോഡക്റ്റ്. അതായത് റിയാക്ഷൻ ഹാഫ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്ത് നമ്മൾ എന്ത് പറയുക? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ജനറൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? കെ ഈസ് ഈക്വൽ ടു, ഡിറൈവ് ചെയ്ത് ഓർമ്മയില്ല ഈ ഇക്വേഷൻ? കെ ഈസ് ഈക്വൽ ടു 2.303/T log C0/T, അല്ലെങ്കിൽ A/A-X എന്ന് എഴുതാം. C0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. CT എന്ന് പറഞ്ഞാൽ concentration after a time T. When T is equal to T half. എന്താണ് T half എന്ന് പറഞ്ഞാൽ? ഹാഫ് ലൈഫ്. അതായത് പകുതി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ റിയാക്റ്റൻറ്റ് റിയാക്ട് ചെയ്ത് തീരാൻ ആവശ്യമായ സമയം. അപ്പം CT എന്ന് പറയുന്നത് എന്തായിരിക്കും? C0/2. കാരണം എന്താണ്? C0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതിൻ്റെ ഹാഫ് പോർഷൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് എത്രയായിരിക്കും? C0/2 ആയിരിക്കും. അണ്ടർ സച്ച് കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? K is equal to 2.303/T half. എന്തുകൊണ്ട് T half എഴുതിയ? T is equal to T half ആയിരുന്നാണ് ഹാഫ് ലൈഫാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം log C0/2, or T half is equal to 2.303/K log 2. log അപ്പം എന്തായി മാറും? log 2 എന്താണ്? 0.3010 അല്ലേ? അപ്പം T half is equal to എന്ത് കിട്ടും? 2.303/K into 0.3010 is equal to 0.693/K. പണ്ട് പഠിച്ച ഓർമ്മയില്ലേ +2 ക്ലാസ് എന്ന്? അപ്പോൾ എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ T half ഈസ് ഈക്വൽ ടു എന്താണ്? 0.693/K, അല്ലെങ്കിൽ K ഈസ് ഈക്വൽ ടു 0.693/T half. ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. +2 എന്ന് പഠിച്ചതാണ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതാണെന്ത്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫിനുള്ള എക്സ്പ്രഷൻ എന്ന് പറയാം. T half ഈസ് ഈക്വൽ ടു 0.693/K. എങ്ങനെയാണ് കിട്ടിയത്? എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? റിയാക്ഷൻ 50% കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമാണെന്ത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ 50% ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ T half ഈസ് ഈക്വൽ ടു എന്താണ്? 0.693/K. ഇങ്ങനെ വന്നെന്നെല്ലാം മനസ്സിലായിട്ടില്ലേ? ഇനി നമുക്ക് അതേപോലെ തന്നെ എന്ത് പറയാം? 3/4 കംപ്ലീഷൻ ആവശ്യമായ ടൈം T 3/4. അതായത് എന്തായി മാറി? ഇപ്പം T half എന്ന് പറഞ്ഞാൽ 1/2 കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം. പിന്നെയും ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ എന്തായി മാറും? ഇനീഷ്യലി C0 ആയിരുന്നെങ്കിൽ അത് C0/2 ആയി മാറി. പിന്നെയും ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ C0/4 ആയി മാറും അല്ലേ? പിന്നീട് ഒരു /2 കൊടുക്കുമ്പോൾ C0/4. അപ്പോൾ എന്തായി മാറിയത്?
ടി 3/4 ആയി മാറി. ടി 3/4 അങ്ങനെ എഴുതാം. കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി 3/4 ലോഗ് C0/4 or ടി 3/4 ഈസ് ഈക്വൽ ടു 2.303 ബൈ കെ ലോഗ് 4. ലോഗ് കെ എന്ന് പറഞ്ഞാൽ 0.6021. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.386 കെ. അപ്പം എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 1.386 ബൈ കെ. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ ഫ്രാക്ഷണൽ ചേഞ്ചിലുള്ള ടൈം റേറ്റ് കോൺസ്റ്റൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇക്വേഷൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ടൈം ഫോർ ഫ്രാക്ഷണൽ ചേഞ്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ടി ഹാഫ് പറഞ്ഞു, പിന്നെ ടി 3/4 പറഞ്ഞു. അതായത് ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോഴും 1/2n ആയിട്ടത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഓരോ ഫ്രാക്ഷണൽ ചേഞ്ച് നടക്കുമ്പോൾ, ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോഴും എത്ര റിയാക്റ്റൻറ്റ് ലെഫ്റ്റ് ചെയ്യുന്നു നമുക്കിങ്ങനെ വെച്ചിട്ട് പറയാം. ആദ്യം എന്തായിരുന്നു? C0 ഇനീഷ്യൽ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്തായാലും C0/2 ആയി മാറി. നെക്സ്റ്റ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്തായാലും C0/4 ആയി മാറി. പിന്നെ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ വീണ്ടും C0/4 ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ? അപ്പം എന്തായി മാറി? C0/8. അപ്പം എന്താണ്? 2 ആദ്യം 2 1/2 1/2 അല്ലേ? 1/2 ആണ് എന്ത്? 1/4 1/2 അതായത് 1/8. അങ്ങനെ 1/2n പവറിലാണ് വരുന്നത്. അപ്പം the reactant left after 1 T half is equal to എന്താണ്? 1/2 A or half C0. Reactant left behind after 2 T half എന്താണ്? 1/2 A or 1/2 C0. Reactant left behind after 3 T half is equal to 1/2 A or 1/2 C0. But generally the reactant left behind after n T half is equal to 1/2 A. വന്നതിനെ മനസ്സിലായിട്ടില്ലേ? ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 1/2 റെഡ്യൂസ് ചെയ്ത് പോവാണ്. അപ്പം എന്തായി മാറും? 2/2ൻ്റെ പവർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1/2n എന്ന് പറയുന്നത്. എന്താണിത്? ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോഴും റിമെയിൻ ചെയ്യുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ്. ഇതാണ് എന്ത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഫ്രാക്ഷണൽ ടൈം ടേക്കൺ ഫോർ ഫ്രാക്ഷണൽ ചേഞ്ച് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇങ്ങനെ ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ. ഓക്കെ.